തീപ്പെട്ടി ചോദിച്ചിട്ട് കൊടുത്തില്ല. മത്സ്യത്തൊഴിലാളിക്ക് മർദ്ദനം. കരുനാഗപ്പള്ളി പറയക്കടവ് സ്വദേശി സുഭാഷിനെയാണ് ക്രൂരമായി മർദ്ദിച്ചത്. സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. അവര് എന്തോ കയ്യിൽ കരുതിയിരുന്ന വെച്ചാണ് ഈ മുഖത്തിടിച്ചത്. കൈ കൊണ്ട് മാത്രമല്ല, കയ്യിൽ കരുതിയിരുന്ന എന്തോ ആയുധം ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ എനിക്ക് ഇത്രയും പൊട്ടൽ വരത്തില്ലായിരുന്നു. തലയും പൊട്ടി. തലയ്ക്ക് ഒരുത്തൻ ചാടി, മേളിലോട്ട് ചാടിയാണ് താഴോട്ട് തലയിൽ ഇടിച്ചത്. ഇതിനു മുമ്പ് ഇവിടെ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ കിഴക്ക് വശം ഇവന്മാരിങ്ങനെ തമ്പടിക്കാറുണ്ടെന്ന് ഇവിടെ പഠിക്കുന്നതല്ല, കായംകുളത്തുള്ള പിള്ളേരാണെന്നാണ് ഇപ്പൊ അറിഞ്ഞിരിക്കുന്നത്. തീപ്പെട്ടി ചോദിച്ചപ്പോൾ കയ്യിലില്ലാത്തത് കൊണ്ട് കൊടുക്കാതിരുന്നതിന് യുവാക്കൾ മത്സ്യത്തൊഴിലാളിയെ ക്രൂരമായി മർദ്ദിച്ചു. കരുനാഗപ്പള്ളി പറയകടവിലായിരുന്നു സംഭവം. ആശ്രമത്തിന് സമീപം താമസിക്കുന്ന 56-കാരനായ സുഭാഷിനെയാണ് 2 യുവാക്കൾ ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചത്. പുലർച്ചെ 2-ന് മത്സ്യബന്ധനത്തിന് പോകാൻ വീട്ടിൽ നിന്നും പുറത്തേക്കിറങ്ങിയപ്പോൾ ഒരു യുവാവ് വന്ന് തീപ്പെട്ടി ആവശ്യപ്പെട്ടു. കയ്യിലില്ല എന്ന് പറഞ്ഞപ്പോൾ വീടടുത്തല്ലേ പോയി എടുത്തു തരാൻ ഇയാൾ നിർബന്ധിച്ചു. എന്നാൽ ജോലിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്, തിരിച്ചു കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ആക്രമിക്കുകയായിരുന്നു. ഇത് കണ്ട് ദൂരെ നിന്ന് അക്രമിയുടെ സുഹൃത്തോടി വന്ന് സുഭാഷിനെ വീണ്ടും മർദ്ദിച്ചു. ഇരുവരുടെയും ക്രൂരമായ മർദ്ദനത്തിൽ സുഭാഷ് അവശനാവുകയും ബോധരഹിതനാവുകയും ചെയ്തു. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ന്യൂ ജനറേഷൻ എന്ന് പറഞ്ഞ് 17-18 വയസ്സുള്ള കുട്ടികൾ രാത്രി കാലങ്ങളിൽ ഇറങ്ങി ബൈക്കിനകത്ത് 5ഉം 6ഉം പെൺപിള്ളേരുമായിട്ട് വരിക. രാത്രി ഒരു 12, 1 മണി, 3 മണിയാകുമ്പോൾ ഈ അമൃതപുരി പറയകടവ് മേഖലയിൽ ഈ അമൃതേശ്വരി പാലത്തിന് പരിസരത്താണ് ഒരു താവളം ചെയ്യുന്നത്. മദ്യപിച്ച് ലഹരിയിൽ കേട്ടൊക്കെ പോകുന്നത്. നമുക്ക് കൃത്യത തന്നെയുണ്ട്. നമ്മുടെ മക്കള് ഒരു വീട്ടുകാരുടെ ഉത്തരവാദിത്തക്കുറവുകൊണ്ടാണ് ഈ കുട്ടികൾ ഇറങ്ങിത്തിരിക്കുന്നത്. അച്ഛനമ്മമാരെ അന്വേഷിക്കുന്നില്ല കുട്ടികൾ എവിടെ പോയെന്ന്. ഇത് 2:30 ഈ സംഭവം നടക്കുന്നത്. ഈ സുഭാഷിനെ അടിച്ച് തറയിലിടുന്നു. സുഭാഷ് മരിച്ചു പോകേണ്ടതാണ്. അബോധാവസ്ഥയിലായ സുഭാഷിനെ അവിടെ ഉപേക്ഷിച്ച് യുവാക്കൾ രക്ഷപ്പെട്ടു. കൂടെ ജോലിക്ക് പോകുന്നയാൾ തിരക്കി വന്നപ്പോഴാണ് റോഡിൽ രക്തം വാർന്ന നിലയിൽ സുഭാഷിനെ കണ്ടത്. സംഭവത്തിൽ കരുനാഗപ്പള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രതികളെ തിരിച്ചറിഞ്ഞതായാണ് സൂചന. കേസ് കൊടുത്തതെന്ന് വെച്ചാൽ നമുക്ക് വേറൊന്നും അവരുടെ നിന്നൊന്നും വാങ്ങാനോ എടുക്കാനോ ഒന്നുമല്ല. ഞങ്ങൾ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അവരുടെ തൊഴിൽ സമയം എന്ന് പറയുന്നത് വെളുപ്പാങ്കാലത്താണ് പോകുന്നത്. മിക്കപ്പോഴും വെളുപ്പാങ്കാലത്തും രാത്രിയിലും ഒക്കെ അവരൊക്കെ പോകുന്നത്, പാതിരാത്രിക്ക്. അപ്പം നമുക്ക് സുരക്ഷിതമായിട്ട് ആ ജോലിക്ക് പോകാൻ കഴിയും. ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധത കാരണം ജോലി ചെയ്യാൻ പറ്റില്ലെങ്കിൽ ഞങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും? ഇപ്പോൾ ആളിന് ഓർമ്മയുള്ളത് കൊണ്ട്, ജീവൻ രക്ഷപ്പെട്ടത് കൊണ്ടല്ലേ ഇന്നവരെ അടിച്ചു ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാൻ പറ്റിയത്. ഒരാൾ ജീവൻ പോയി അവിടെ കിടന്നെങ്കിൽ എന്ത് സംഭവിച്ചെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല. ഇതിനു മുമ്പ് ഒരു 3-4 വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ഓടാൻ പോയത്, അത് ഈ വീടിന്റെ അപ്പുറത്തുള്ളൊരു കുഞ്ഞ്. ആ ഓടാൻ പോയ കുഞ്ഞിന്റെ ജഡം കടലിലാ കിട്ടിയത്. കുഞ്ഞിനെ കണ്ടില്ല. തിരക്ക് ജഡമായിട്ടാണ് 3-ാം ദിവസം. അവൻ ഒരിക്കലും സ്വന്തമായി കടലിൽ ചാടി മരിക്കുന്ന ഒരു കൊച്ചനല്ലായിരുന്നു. അതിന് തക്ക സാഹചര്യം ആ വീട്ടിൽ ഇല്ലായിരുന്നു. അത് കടൽ തീരത്തായതുകൊണ്ട് ക്യാമറ ഇല്ല. എന്ത് പറ്റിയെന്ന് കാണാൻ പറ്റിയില്ല അന്ന്. ആ കുഞ്ഞ് ഓടിപ്പോകുന്ന ക്യാമറ മാത്രമേ വീട്ടിൽ നിന്ന് അവൻ റിലാക്സ് ആയിട്ട് കൈയും കാലും അണക്കി വ്യായാമം ചെയ്ത് ഓടിപ്പോകുന്നത് പോലെ ആ കൊച്ചിനെയും കണ്ടോളൂ. അവനും ആ മരണം സംഭവിച്ചത് ഇതുപോലുള്ള വല്ല സംഭവങ്ങളും ആയിരിക്കാം ചിലപ്പോൾ എന്ന് ഞങ്ങൾക്ക് സംശയം തോന്നുന്നു. കാര്യം അന്ന് ഇതൊക്കെ തെളിയിക്കാനും ക്യാമറകളില്ല. അതുപോലെ വെളുപ്പാങ്കാലം സമയം, ആ കുഞ്ഞ് വെളുപ്പാങ്കാലത്ത് 4 മണിക്കാണ് ഓടാൻ പോയത്. അപ്പൊ ഇതുപോലെ 2:45 വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നവർ ജോലിക്ക് പോയതല്ലേ എന്നുള്ളത് കരുതിയിരിക്കും. നമ്മുടെ വീടിന്റെ പരിസരത്ത് തന്നെ ആയതുകൊണ്ടും ഓർമ്മ വീണപ്പോൾ എഴുന്നേറ്റ് വരാൻ കഴിഞ്ഞത് കൊണ്ടും നമുക്കത് മനസ്സിലായി. അല്ലെ, ഓർമ്മയുള്ളത് കൊണ്ട് പറഞ്ഞ നിന്നതുപോലെ ഇന്നോമാര് ചെയ്തു വന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.